ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളം ബിഗ് ബോസ് സീസൺ 7 ഡേ 58ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടിരുന്നു ഫാമിലി ടാസ്കിൽ തന്നെ ഫാമിലി ടാസ്കിൻ്റെ ഭാഗമായിട്ട് മൂന്ന് പേരുടെ ഫാമിലിയാണ് വന്നത്. അനുമോളിൻ്റെയും ജിസൈലിൻ്റെയും ആര്യൻ്റെയും. അപ്പോൾ ആദ്യം നമ്മുടെ ജിസൈലിൻ്റെ അമ്മയാണ് വന്നത്. അപ്പോൾ അമ്മ വന്ന് കുറച്ച് കഴിഞ്ഞതും തന്നെ ഈ പറഞ്ഞ പോലെ ജിസയിൽ എനിക്ക് തോന്നുന്നു കുറച്ച് നെർവസ് ആയിരുന്നു. കാരണം അമ്മ വന്ന് ആര്യനോട് ഒന്നും നേരെ സംസാരിച്ചില്ല ആ ഒരു എൻട്രി ടൈമിൽ. പക്ഷെ അത് കഴിഞ്ഞതുമാണ് പിന്നെ ജിസയിലെ ടാസ്കിൻ്റെ അടുത്തേക്ക് പോയത്. പക്ഷെ എനിക്ക് തോന്നുന്നു ജിസയിൽ പല കാര്യത്തിനും നെർവസ് ആയി. കാരണം അമ്മയുടെ ആ ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കാരണമായിരിക്കും തോന്നുന്നു ജിസയിൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കുറേ സമയം എടുത്തു. എനിക്ക് തോന്നുന്നു മറ്റുള്ളവരെക്കാട്ടിലും കൂടുതൽ സമയം ജിസയിൽ എടുത്തിട്ടുണ്ട്. കാരണം അത് ലൈവിൽ കാണിക്കുന്നുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 2 മണിക്കൂറിൻ്റെ അടുത്തോ മറ്റോ എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എപ്പിസോഡിൽ അത്രയും നമുക്ക് കാണില്ല, പക്ഷെ കുറേ നേരം എടുത്തിട്ടുണ്ട് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജിസയിൽ നല്ലൊരു നെർവസ് ആയിരുന്നു തോന്നുന്നു. കാരണം ജിസയിൽ ആ ടാസ്ക് റൂമിൽ കയറുമ്പോൾ എന്തായിരിക്കും അമ്മയുടെ റിയാക്ഷൻ, ആര്യനോട് എങ്ങനെയൊക്കെ സംസാരിക്കുന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം. എന്താണെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ ജിസൈലിൻ്റെ അമ്മ ജിസൈലിനോട് പറയുന്നുണ്ട്, നന്നായി കളിക്കണം, നീ ഇപ്പം കളിക്കുന്നില്ല, വന്ന പോലെയല്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പക്ഷേ ജിസൈൽ നേരെ തിരിച്ച് പറയുന്നുണ്ട്, എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് അതേപോലെ എൻ്റെ ഡ്രസ്സൊന്നും വരുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ജിസൈലിൻ്റെ അമ്മയോട് പറയുന്നുണ്ട്. കാരണം അത് ലൈവിൽ കുറച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജിസൈലിൻ്റെ മമ്മി പറയുന്നുണ്ട്, അവരിപ്പോൾ കേരളത്തിലാണ്, മുംബൈയിലല്ല, മുംബൈയിൽ പോയിട്ട് അയച്ചു തരാം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവർ തമ്മിലുള്ള ഡിസ്കഷൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ ജിസൈലും ചോദിക്കുന്നുണ്ട്, ആര്യനോട് സംസാരിക്കുന്നില്ല, ഒട്ടും റിയാക്ഷൻ ഇല്ല ആര്യൻ വരുമ്പോൾ എന്നൊക്കെ. പക്ഷെ ജിസൈലിൻ്റെ മമ്മി എനിക്ക് തോന്നുന്നു മേ ബി ചിലപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഇഷ്യൂസും ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ ജിസൈലിനോടുള്ളൊരു കൺസേൺ കാരണമായിരിക്കാം ചിലപ്പോൾ ആ ഒരു ചെറിയതായിട്ടൊരു ഗ്യാപ്പ് വിടുന്നത്. അതിന് ഒരു അത്രയ്ക്ക് അങ്ങോട്ട് റിയാക്ട് ചെയ്യാത്തത് ആര്യനോട് ചെറിയൊരു ഗ്യാപ്പ് വിടുന്നത് മേ ബി അതായിരിക്കാം, അറിയില്ല. എന്താണെങ്കിലും അത് ആര്യനും ശ്രദ്ധിച്ചിട്ടുണ്ട്, ബാക്കി ഹൗസ്മേറ്റ്സ് പല ആൾക്കാരും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ നേരെ തിരിച്ച് ആര്യൻ്റെ ഫാമിലി വന്നപ്പോൾ ആര്യൻ്റെ അമ്മയാണെങ്കിലും ബ്രദറാണെങ്കിലും എല്ലാവരോടും നന്നായിട്ട് സംസാരിച്ചിരുന്നത്. ഇപ്പോൾ അനുമോളാണ് ഏറ്റവും കൂടുതൽ ഇവർ തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയത്. പക്ഷേ അനുമോളിനോടും എല്ലാവരോടും നന്നായിട്ട് സംസാരിച്ചത്. ജിസൈലിനോടും അതേപോലെ കുറേ നേരം ഇരുന്ന് ലൈവിലൊക്കെ സംസാരിക്കുന്നത് കണ്ടിരുന്നു. ജിസൈലിനോട് എല്ലാവരോടും നന്നായിട്ട് തന്നെ സംസാരിച്ചത്. ആര്യൻ്റെ മമ്മി ആ ഒരു ഗെയിം സ്പിരിറ്റിലും ആ ഒരു ഇതിലാണ് എടുത്തത്. കാരണം പുറത്ത് നടക്കുന്നതൊന്നും ഇവിടെ വീടിനകത്ത് പറയാൻ പാടില്ല എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെ ആര്യൻ്റെ മമ്മി എല്ലാവരോടും നല്ലൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് നിന്നിട്ടുള്ളത്. ജിസൈലിൻ്റെ മമ്മിക്ക് മറ്റുള്ള ആൾക്കാരോടൊന്നും ഒരു കുഴപ്പമില്ല, അനുമോളിനോടാണെങ്കിലും നന്നായി സംസാരിച്ചിട്ടുണ്ട്. കാരണം അനുമോളാണ് ജിസൈലിനോട് കുറേ കാര്യത്തിൽ ഇഷ്യൂസ് വരുത്തിയതും ഇങ്ങനെയുള്ള ഓരോ ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായത്. എപ്പോഴും കൂടെ നിന്നത് ആര്യനാണ്. പക്ഷേ ആ അനുമോളോട് നന്നായി സംസാരിച്ചിട്ട് ആര്യനെ കുറച്ച് ഒന്ന് മാറ്റി നിർത്തി ജിസൈലിൻ്റെ മമ്മി. ചിലപ്പോൾ മേ ബി അത് കൺസേൺ ആയിട്ടായിരിക്കാം ജിസൈലിനോടുള്ളത്. കാരണം പുറത്ത് നടക്കുന്ന കാര്യങ്ങളും ആലോചിച്ചിട്ടായിരിക്കാം. പക്ഷെ എന്നാണെങ്കിലും ആര്യൻ്റെ ബ്രദറും അതേപോലെ മമ്മിയും തന്നെ എല്ലാവരും നന്നായിട്ട് ട്രീറ്റ് ചെയ്തു, നന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അനുമോളിൻ്റെ അമ്മയും കസിൻ സിസ്റ്ററും വന്നിരുന്നു. അവരാണെങ്കിലും ഈ പറഞ്ഞ പോലെ എല്ലാവരോടും നന്നായി സംസാരിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതൽ നേരം അനുമോളായിട്ട് ആ ടൈം സ്പെൻഡ് ചെയ്തത്. അനുമോളോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഒറ്റയ്ക്ക് കളിക്കണം, അതേപോലെ തന്നെ എന്താ പറയുക, കരയാൻ പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അനുമോളോട് പറയുന്നുണ്ട്. കുറേ നേരം കിച്ചണിൽ എന്തിനാണ് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ലൈവിലൊക്കെ ചെറിയ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ എന്താണെങ്കിലും 3 ഫാമിലിയും വന്നു, അത്യാവശ്യം ഇഷ്യൂസൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഗെയിമിൻ്റെ പാട്ട് എന്നുള്ള ഒരു രീതിയിൽ തന്നെ ഇവർ പാരൻസ് തമ്മിലൊന്നും അത്ര വലിയൊരു ഇഷ്യൂ ഇല്ല. എല്ലാവരും നന്നായിട്ട് തന്നെ സംസാരിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അത് ഇന്നലത്തെ ഫാമിലി ടാസ്ക് കംപ്ലീറ്റ് ആയത്. പക്ഷെ അതിനുശേഷം എന്താ പറയുക, ആര്യനും ജിസയിലും തമ്മിൽ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. എന്താ പറയുക, ബെഡ് നമുക്ക് മാറാം അങ്ങനെയൊക്കെ. കാരണം ജിസൈലിൻ്റെ മമ്മി പറഞ്ഞു തോന്നുന്നു മേ ബി ചിലപ്പോൾ ബെഡ് മാറി കിടക്കണം, ഷെയർ ചെയ്യണ്ട ഇനി എന്നൊക്കെ. എന്താണെങ്കിലും അതിനുശേഷം ഇവർ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. കാരണം എനിക്കും അത് പലതവണ ഞാൻ നോട്ടീസ് ചെയ്തതാണ്. കാരണം ആ വീട്ടിനകത്ത് ആൾക്കാരിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ബെഡ് സ്പേസ് കൂടുതലാണ്. അപ്പോൾ അവർക്കിനി ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും ഒറ്റയ്ക്കുള്ള ബെഡ് യൂസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അപ്പോൾ ഇനി എന്താണെങ്കിലും ഇങ്ങനെയുള്ള ഇഷ്യൂസൊന്നും ഉണ്ടാവില്ല. പിന്നെ വേറെ നമ്മൾ ഇന്നലത്തെ ഡേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വലിയൊരു ഇഷ്യൂ ആണ് കണ്ടത്. അനീഷും വലുതെന്ന് പറയാൻ പറ്റില്ല,
പറ്റില്ല. അനീഷും അതേപോലെ അനുമോളും ആസ് യൂഷ്വൽ കിച്ചണിലുള്ള ഇഷ്യൂ ആണ്. കാരണം ഉപ്പുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം അനുമോളെ വന്ന് വിളിക്കുക. അപ്പോൾ അനുമോൾ പറയും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. പിന്നെ അവസാനം അനീഷ് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതാണ് ഒനിലിനോട് ചോദിച്ചിട്ടും. കാരണം എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് അനുമോൾ നന്നായി ഫുഡ് കുക്ക് ചെയ്യും എന്നുള്ളത് ആ വീട്ടിനകത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അതുകൊണ്ടായിരിക്കാം മേ ബി അനുമോളോട് പോയി ചോദിച്ചിട്ടുണ്ടാവും റെസിപ്പിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു അനുമോൾ കൂടുതൽ വീക്കിലും കിച്ചൺ ടീമിലുള്ളത് കാരണം അനുമോൾ അത് എന്താ പറയുക കിച്ചണിൻ്റെ ഒരു ആധിപത്യം എടുത്തതുപോലെ ആരും കിച്ചണിൽ കയറ്റാൻ താല്പര്യപ്പെടില്ല. അനുമോൾ തന്നെ ഉണ്ടാക്കണം എല്ലാം, വേറൊരാളുടെ റെസിപ്പി അക്സെപ്റ്റ് ചെയ്തില്ല. അങ്ങനെ പല ഇഷ്യൂസ് എനിക്ക് തോന്നുന്നു കാര്യങ്ങളൊക്കെ അനുമോൾക്ക് ഉണ്ട് തോന്നുന്നു മനസ്സിൽ. അപ്പോൾ എന്താണെങ്കിലും അവസാനം ഒനിലിൻ്റെ റെസിപ്പി എടുത്തിട്ട് അനീഷ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും പിന്നെ അനുമോൾ വരുന്നുണ്ട്. പിന്നെ അവസാനം അനുമോൾ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത്, ഞാൻ വേറെ രീതിയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് അനുമോൾ പിന്നെ കുക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അനുമോളുടെ ഒരു വിചാരം അത് അനുമോളുടെ കിച്ചണാണ്, അനുമോളുടെ വീടാണ്, ഞാൻ ഇതെല്ലാം കുക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഉള്ള ഓരോ മൈൻഡ് സെറ്റിലാണ് ആൾ ചില സമയത്ത് പെരുമാറുന്നത് ആ വീട്ടിനകത്ത്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടത്. പിന്നെ വേറൊന്ന് നമ്മൾ കണ്ടത് ഈ പറഞ്ഞ പോലെ അക്ബറിനെ കുറിച്ചിട്ട് അക്ബറും ജിസയിലും കൂടെ പറയുന്നതാണ്. എന്താ പറയുക ഇങ്ങനെ ഈ ആര്യൻ്റെ ഒരു കാര്യം വീണ്ടും ആ ഒരു ടോപ്പിക്കായിട്ട് ഒനിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ കഴിഞ്ഞ വീക്കിലെ ടാസ്കിൽ പറഞ്ഞ കാര്യം. പിന്നെ അതിനുശേഷം ജിസയിൽ അത് ഒനിലിനോട് പോയി ചോദിക്കുന്നുണ്ട്. അക്ബർ അതിൻ്റെ ഇടയ്ക്കൊരു അക്ബറിൻ്റേതായിട്ടുള്ളൊരു ഗെയിം കളിക്കുന്നുണ്ടോ എന്നറിയില്ല. കാരണം എന്താ പറയുക അക്ബർ പറയുന്നുണ്ട് ജിസൈലിനോട് അത് ഒനിലിനോട് പോയി ചോദിക്കണം എന്നൊക്കെ. പക്ഷേ ജിസൈൽ അത് വലിയൊരു ഇഷ്യൂ ആക്കേണ്ടത് അതുപോലെ ആ ഒരു ഫ്രണ്ട്ലി ഇതായിട്ട് അതൊന്ന് ആ ഇഷ്യൂ അവിടെ തീർത്തു. അപ്പോൾ അക്ബറിന് അതൊരു ഇഷ്യൂ ആക്കണം എന്നൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ജിസൈൽ അത് ബുദ്ധിക്ക് കളിച്ചു. എന്തായാലും ആ ഒരു വലിയൊരു ഇഷ്യൂ ആവാണ്ട് അതവിടെ സോൾവ് ചെയ്യാൻ നോക്കി ജിസൈലും ആര്യനും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ കണ്ടത്. പിന്നെ വേറെ അതുപോലെ ലക്ഷ്മി ആര്യനോട് കൂടുതലും അടുക്കുന്നതിനെ കുറിച്ചിട്ട് ഷാനവാസിനോടും ഇവരോടൊക്കെ പറയുന്നുണ്ട് ജിസൈൽ. കാരണം എന്താ പറയുക ജിസൈൽ ആര്യനോട് സംസാരിക്കാൻ വരുമ്പോൾ ചിലപ്പം ലക്ഷ്മി വരും, എന്നിട്ട് ലക്ഷ്മി അവിടെ നിന്ന് സംസാരിക്കും കുറച്ച് ഓവറായിട്ട്. ഇപ്പോൾ ആര്യനോട് മേ ബി ചിലപ്പം ആ ഒരു ജിസൈലും ആര്യനും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ബോണ്ടും ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയതായിരിക്കാം ലക്ഷ്മി അതിൻ്റെ ഇടയിൽ കയറി ഇങ്ങനെ കളിക്കുന്നത്. ചിലപ്പോൾ എന്താ പറയുക പോസസീവ്നെസ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് എന്താ പറയുക കട്ട് ചെയ്യാനും ഇവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണോ അതോ വേറെ വല്ലതും ആണോ എന്നൊക്കെ തെളിയിക്കാനും അങ്ങനെ എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ലക്ഷ്മി അവിടെ കിടന്ന് കളിക്കുന്നത് ഇവരുടെ ഇടയിൽ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് ജിസൈൽ ഷാനവാസിനോടും അക്ബറോടൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ മെയിനായിട്ട് കണ്ടത്. പിന്നെ ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ നവീൻ്റെയും അതേപോലെ ഒനിയിൽ ലക്ഷ്മി ഇവരുടെയൊക്കെ അമ്മമാരൊക്കെയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരും ഒനീലിൻ്റെ അമ്മയാണെങ്കിലും അത്യാവശ്യം നല്ല ഫ്രണ്ട്ലിയാണ്, എല്ലാവരോടും നന്നായി സംസാരിക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ എന്തായാലും ഇന്നത്തോടു കൂടി ആ ഫാമിലി ടാസ്ക് അങ്ങ് തീരും. അപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ അതേപോലെ നൂബിൻ തിരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തോടെ എന്താണെങ്കിലും ഫാമിലി ടാസ്ക് തീരും. അപ്പോൾ ഈ ആഴ്ച അത്ര വലിയൊരു ഇഷ്യൂ ആവാണ്ട് എനിക്കൊന്നും മറ്റുള്ളൊരു വീക്കിലി ടാസ്ക് ഇല്ലാത്തത് കാരണം വലിയൊരു ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് കാരണം അറിയില്ല ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ആർക്കാണ് ക്യാപ്റ്റൻസി കിട്ടുക, ആർക്കാണ് ജയിൽ നോമിനേഷൻ ഈ വീക്കിൽ എന്നൊക്കെ. കുറച്ച് ഡിഫിക്കൽട്ടാണ് കാരണം പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്യാനില്ല ഈ ആഴ്ച. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ മെയിനായി കണ്ടത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഞാൻ നാളെ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.